ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ടേബിൾ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളെല്ലാവരും തന്നെയും എക്സലിൽ ടേബിൾ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ, ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ പലർക്കും അറിയില്ല ഇതെങ്ങനെയാണ് റിമൂവ് ചെയ്യുക എന്നുള്ളത്. പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇതിനെപ്പറ്റി പറയാമെന്ന് വിചാരിച്ചത്. ഇനി ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ജസ്റ്റ് നമ്മുടെ ഡാറ്റയിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും കേഴ്സർ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് കൺട്രോൾ ടി അടിക്കുക. കൺട്രോൾ കീയും ടിയും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡാറ്റ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവുന്നതായിരിക്കും. ഇവിടെ ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ആയി. ഇനി അതല്ല എങ്കിൽ ഇൻസേർട്ട് ടാബിൽ പോയിട്ടുണ്ടെങ്കിൽ ടേബിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മതിയാവും. ഓക്കെ, അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായി. ഇനിയിപ്പോൾ റിമൂവ് ചെയ്യുക എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഡാറ്റയിൽ കേഴ്സർ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. മനസ്സിലായല്ലോ, അതിൽ ടേബിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കൺവേർട്ട് ടു റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചോദിക്കും നമ്മളോട്, ഡു യു വാണ്ട് ടു കൺവേർട്ട് ദ ടേബിൾ ടു എ നോർമൽ റേഞ്ച് എന്ന് ചോദിക്കും. എസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മുടെ ഡാറ്റ ഒരു നോർമൽ റേഞ്ചിലേക്ക് മാറി. നമുക്കിവിടെയുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റൊക്കെ മാറിക്കഴിഞ്ഞു. പക്ഷേ എന്ത് മാറിയിട്ടില്ല, നമ്മുടെ ഈ ടേബിളിൻ്റെ ഫോമാറ്റിംഗ് മാറിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡാറ്റ കംപ്ലീറ്റും സെലക്ട് ചെയ്തതിന് ശേഷം ഹോം ടാബിൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിലേക്ക് വരിക. ദെൻ ഇവിടെ ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഫസ്റ്റ് വൺ ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഡാറ്റ കംപ്ലീറ്റും പോവും, ക്ലിയർ ഓൾ ആണെങ്കിൽ. അതല്ല വേണ്ടത്, ക്ലിയർ ഫോമാറ്റ്സ് ആണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലേ. ദെൻ ക്ലിയർ ഫോമാറ്റ്സ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മുടെ ചെയ്തു വെച്ച ഫോമാറ്റ് കംപ്ലീറ്റും പോയി. ഇപ്പം നമുക്ക് നമ്മുടെ ഡാറ്റ നോർമൽ ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു. മനസ്സിലായല്ലോ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തുകൂടെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.